നമുക്ക് ഒരു ചക്കക്കുരുവും മുരിങ്ങാക്കായും ചെമ്മീനും കൂടെ നമ്മൾ വറുത്തരച്ച് വെക്കില്ല ഇറച്ചിക്കറി വെക്കുന്ന പോലെ അതേപോലെ വയ്ക്കാം കേട്ടോ. അപ്പം ഞാനത് ചക്കക്കുരുവും ചെമ്മീനും കൂടി വേവിച്ചിട്ടുണ്ട്. മുരിങ്ങാക്കായിൽ വേവ് കുറവല്ലേ, അപ്പോൾ അത് ചട്ടിയിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോഴാ അത് ഞാൻ ചെമ്മീനും ചക്കക്കുരുവും കൂടി വെന്തത് മുരിങ്ങാക്കായ്ക്കകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ. നമുക്ക് തീ പിടിപ്പിച്ച് കൊടുക്കാം. അത് വേവട്ടെ, മുരിങ്ങാക്കായ വേവട്ടെ. അപ്പോഴേ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തേങ്ങ വറുക്കണം. തേങ്ങ വറുത്തിട്ട് തേങ്ങയും പിന്നെ പെരുംജീരകം, മുളക് പൊടി, ആദ്യം തന്നെ തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അത് വറക്കുക. അത് വറുത്തിട്ട് ഒരു എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ എണ്ണ ഒഴിക്കാതെ വേണമെങ്കിൽ വറക്കാം. എന്നിട്ട് അത് നമുക്കറിയാൻ പാടില്ല, അതിൻ്റെ മൂക്കുന്ന പരുവമാകുമ്പോഴത്തേക്കും മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ആദ്യമേ നമ്മൾ തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്തിരി പെരുംജീരകപ്പൊടി, എല്ലാം കുരുമുളക് പൊടി, ഇത്ര സാധനങ്ങളും കൂടി ഇട്ടിട്ട് തേങ്ങ വറുത്തതൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെല്ലാം അതിനകത്തുകൂടെ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പം ഞാനതെല്ലാം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എപ്പോഴാണ് കറണ്ട് കൂടെ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കൂട്ടാം. അപ്പോൾ അപ്പോഴേക്കും ഞാൻ പിന്നെ വേറൊരു പരിപാടി ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാവേ. കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിനകത്തേക്ക് ഇന്നലെ ബീഫ് വാങ്ങിച്ചതിൻ്റെ നെയ്യ് മാത്രം കേട്ടോ, അത് മാത്രം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ഞാൻ കപ്പ ഇതാക്കി വെച്ചിട്ടുണ്ട്, മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് വേവിക്കാം. ബാക്കി നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് അരച്ചിടാം. പച്ചമുളകെല്ലാം നമുക്ക് അരച്ചിടാം അതിനകത്തേക്ക്. കറണ്ടിൻ്റെ കാര്യം പറഞ്ഞോളൂ, കറണ്ട് പോയി കഴിഞ്ഞു. ഉപ്പിട്ട് ഇനി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക്. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഒഴിക്കട്ടെ, ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നേരെ അടപ്പത്തേക്ക് കൊടുക്കാം. ഇതവിടെ ഇരുന്ന് വേവട്ടെ. അതവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. പിന്നെ അതിനൊരു അരപ്പുണ്ടാക്കണം. അരപ്പ് ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ചക്കക്കുരു മുരിങ്ങാക്കായും ചെമ്മീനും കൂടി വെക്കാനുള്ളതിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാവേ. മിക്സി ഒന്ന് കഴുകിയെടുക്കാം. എന്നുവെച്ചാൽ വറുത്തരപ്പായോണ്ട് എരുമയിൽ മുഴുവൻ പിടിച്ചിരിക്കുകയായിരിക്കും. നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം കേട്ടോ. ഒരിത്തിരി കൂടി പോകണം.
അതിനെ അവിടെ നിന്ന് നന്നായിട്ടൊന്ന് കുറുകി പറ്റട്ടെ. പറ്റുകയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പറ്റി പോകണ്ട, എന്നാലും ഒരുവിധം ഒന്ന് പറ്റണം. അത് അപ്പോഴേക്കും നമുക്ക് ഈ കപ്പയ്ക്കുള്ളത് അരിഞ്ഞെടുക്കാം. കപ്പയ്ക്കുള്ളത് അരച്ചെടുക്കാം. അത് തേങ്ങ, കാന്താരി മുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഒരു നുള്ളി നല്ല ജീരകം, ഇത്ര സാധനങ്ങൾ ഇട്ടിട്ടാണ് അത് അരച്ചെടുക്കുന്നത്. അരച്ചിട്ടല്ല, ഒതുക്കിയെടുക്കുള്ളൂ, അരക്കൂല. നല്ല ജീരകത്തിൻ്റെ നമുക്ക് മുരിങ്ങക്കായും ചക്കക്കുരുവിൻ്റെയും കൂടി താളിക്കാൻ കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വറുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അപ്പോൾ നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത് കേട്ടോ. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്തൊക്കെ കുറച്ച് കടുകും ഒരു നുള്ളു ഉലുവയും കൂടി പൊട്ടിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇവിടെ 2-3 കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2-3 ഉലുവ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണമെന്ന് വെച്ചാൽ ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി ഒന്ന് മുരിയട്ടെ. മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണക്കമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കൊത്തി കറിക്കകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്യണേ. അപ്പം അങ്ങനെ നമ്മളുടെ ചക്കക്കുരു, മുരിങ്ങക്കായും ചെമ്മീനും കൂടി തേങ്ങ വറുത്തരച്ച് വെച്ച കറി ഫൈനൽ സ്റ്റേജായി. കാണണ്ടേ ഒന്ന്? കണ്ടോ? അപ്പുറം തലപ്പേൻ ചോറ് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണേ. നമുക്കില്ലേ കപ്പ വേവിച്ച് ഞാൻ കുക്കറിനകത്ത് നിന്ന് ഒരു ചട്ടിക്കകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഞാൻ തീ പിടിപ്പിക്കട്ടെ. തേങ്ങ കുറച്ച് ഇടണുള്ളൂ കേട്ടോ, വളരെ കുറച്ച് തേങ്ങ ഇടുന്നുള്ളൂ. തേങ്ങ മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം. അത് നമ്മൾ കടുകൊന്നും ഇടൂല കേട്ടോ. കണ്ടോ, കപ്പയുടെ നെയ്യും കൂടിയുള്ളതാണത്. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. അതോടുകൂടി പണിയെല്ലാം തീർന്നു. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കളി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇറക്കാം. ഇന്ന് രാവിലെയാണ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വെച്ചത്, ഇതുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈ. നാളെ കാണുന്നവരെ നമുക്ക് നല്ലൊരു ദിവസം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ.